നിലമ്പൂരിൽ തിരക്കിട്ട സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്ന ഇടതുമുന്നണി LDF മണ്ഡലം കമ്മിറ്റി ഇന്ന് ചേരും. പാർട്ടി സ്ഥാനാർത്ഥിയായി M സ്വരാജ് അടക്കം പൊതു സ്വതന്ത്രരും പരിഗണനയിൽ. ആര്യാടൻ ഷൗക്കത്തിന്റെ പര്യടനത്തിന് ഇന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷനോടെ തുടക്കമാകും. അരവിന്ദനുണ്ട് വിശദാംശങ്ങളുമായി. അരവിന്ദൻ, അൻവർ തുടങ്ങി വെച്ചൊരു രാഷ്ട്രീയ യുദ്ധമാണ്. ഇപ്പോൾ UDF ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. എന്നാൽ ഇതിൽ അൻവർ തീർത്തും തൃപ്തനല്ല. അതേസമയം ഈ ഒരു അംഗം മുറുക്കാനായി M സ്വരാജിനെ അടക്കം രംഗത്ത് കൊണ്ടുവരാനാണ് LDF ശ്രമിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഐശ്വര്യ, തീർച്ചയായും അൻവർ തുടങ്ങി വെച്ച ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ പുതിയൊരു തലമാണ് ഇപ്പോൾ നമ്മൾ നിലമ്പൂരിൽ കാണുന്നത്. എന്തായാലും അൻവർ തീർത്തും അസംതൃപ്തനാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യത്തിൽ തീർത്തും അസംതൃപ്തി അദ്ദേഹം കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് പ്രകടിപ്പിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അൻവറിനെ എങ്ങനെ UDF ഇനി കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് പ്രധാനമായുള്ള ഒരു ചർച്ചാ വിഷയം. ഒരു പക്ഷേ അൻവറിന്റെ നിരന്തരമായുള്ള ആവശ്യം UDFിലേക്ക് ഒരു പ്രവേശനം ലഭിക്കുക എന്നുള്ളതായിരുന്നു. അതിന് വഴിയൊരുങ്ങാനുള്ള ഒരു സമ്മർദ്ദതന്ത്രമാണോ അൻവർ കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചത് എന്നുള്ള കാര്യം UDF നേതൃത്വത്തിന് സംശയമുണ്ട്. എന്തായാലും അൻവറിനെ അന്വയിപ്പിക്കാനുള്ള നീക്കം UDFിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിനുള്ള ശ്രമം UDF തുടങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിലാണ് LDFും തങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് നടക്കുന്നത്. M സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ പരിഗണിക്കുന്നുണ്ട്. അതേസമയം ഒരു സ്വതന്ത്രനെ നിർത്തണം എന്നുള്ള ഒരു കാര്യവും LDFിന്റെ പരിഗണനയിലുണ്ട്. ഇക്കാര്യത്തിലെല്ലാം ഇന്ന് നടക്കുന്ന മണ്ഡലം കമ്മിറ്റിയിലും തുടർന്ന് അടുത്ത ദിവസം നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും. ഇതിനുശേഷം LDFിനെ അറിയിച്ചതിനു ശേഷം ഉടൻ തന്നെ 30-ാം തീയതിക്കകം തന്നെ LDFിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി M ഗോവിന്ദൻ നിലമ്പൂരിൽ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രമുഖരും അടുത്ത ദിവസങ്ങളിൽ തന്നെ നിലമ്പൂരിലെത്തും. എന്തായാലും 1-ാം തീയതി നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ LDF പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇരു മുന്നണികളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് NDAയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലുള്ള ചർച്ച സജീവമാവുന്നത്. NDAക്ക് സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ള നിലപാടാണ് BJPയിലെ നേതൃത്വത്തിലെ ഭൂരിഭാഗം ഉയർത്തുന്നത്. എന്നാൽ അത്തരമൊരു സന്ദേശം പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ ആക്ഷേപങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ളൊരു വാദവും പാർട്ടിയിൽ ശക്തമാണ്. എന്തായാലും അക്കാര്യത്തിലും ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആര്യാടൻ ഷൗക്കത്ത് പ്രചരണം ഇന്ന് രാവിലെ തുടങ്ങും. രാവിലെ 8 മണിക്ക് ആര്യാടൻ മുഹമ്മദിന്റെ കബറിടത്തിൽ പ്രാർത്ഥിച്ചായിരിക്കും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുക. അതിനുശേഷം തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തും. വൈകിട്ട് പാണക്കാട് തങ്ങൾ കുടുംബത്തെ സന്ദർശിക്കും. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം UDFും പ്ലാൻ ചെയ്തിരിക്കുന്നത്.